21-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ഒട്ടുമിക്ക വൻ ശക്തികളും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് എന്ന് നമുക്കറിയാം. ഈ മത്സരത്തിൽ ആണവായുധങ്ങൾക്കപ്പുറം പരമ്പരാഗത യുദ്ധമുറകളിലെ തീവ്രശേഷി നിർണ്ണയിക്കുന്ന വലിയൊരു ഘടകമുണ്ട്. അതാണ് സ്ഫോടക വസ്തുക്കൾ. ഭാരതത്തിൻ്റെ പ്രതിരോധ ഗവേഷണ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുകയാണ്. ആത്മനിർഭർ ഭാരതം എന്ന സ്വപ്നത്തിന് കൂടുതൽ കരുത്തു പകർന്ന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മാരകശേഷി ഇരട്ടിയാക്കാൻ പോന്ന ഒരു അത്യാധുനിക സ്ഫോടക വസ്തു. അതിൻ്റെ പേര് സെബെക്സ് 2. എന്താണ് ഈ സ്ഫോടക വസ്തുവിനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ആണവേതര സ്ഫോടക വസ്തുക്കളിൽ ഒന്നായി മാറ്റുന്നത്? ഇത് ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് സൃഷ്ടിക്കുന്ന വിപ്ലവം എത്രത്തോളം വലുതാണ്? വരൂ നമുക്ക് കണ്ടെത്താം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നാഗ്പൂർ ആസ്ഥാനമായുള്ള സോളാർ ഇൻഡസ്ട്രീസിൻ്റെ ഉപസ്ഥാപനമായ എക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡാണ് സെബെക്സ് 2 വികസിപ്പിച്ചെടുത്തത്. കേവലം ഒരു വാണിജ്യ ഉൽപ്പന്നമായല്ല, മറിച്ച് രാജ്യത്തിൻ്റെ തന്ത്രപരമായ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഇതിൻ്റെ രൂപീകരണം. ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ കയറ്റുമതി പ്രോത്സാഹന പദ്ധതിക്ക് കീഴിലാണ് സെബെക്സ് 2 പരീക്ഷിച്ച് സാക്ഷ്യപ്പെടുത്തിയത്. ഒരു പുതിയ സ്ഫോടക ഫോർമുലേഷൻ വികസിപ്പിക്കുക എന്നത് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അതിന് ശക്തിയും സ്ഥിരതയും ഒരുപോലെ വേണം. സെബെക്സ് 2 പ്രധാന ഘടകം HMX പോലെയുള്ള ഉയർന്ന ശേഷിയുള്ള സംയുക്തങ്ങളാണ്. ഇതിൻ്റെ പ്രത്യേകത പരമ്പരാഗത സ്ഫോടക വസ്തുവായ TNTയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിശയിപ്പിക്കുന്നതാണ്. ഒരു സ്ഫോടക വസ്തുവിൻ്റെ ശക്തി അളക്കുന്നതിൻ്റെ അടിസ്ഥാന മാനദണ്ഡമാണ് TNT ഇക്വലൻസ്. നിലവിൽ ഇന്ത്യയിൽ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ പരമ്പരാഗത സ്ഫോടക വസ്തുവിൻ്റെ TNT ഇക്വലൻസ് ഏകദേശം 1.5 ആണ്. എന്നാൽ സെബെക്സ് 2 റേറ്റിംഗ് അതിനേക്കാൾ വളരെ വലുതായ 2.01 ആണ്. അതായത് ഒരേ ഭാരമുള്ള TNT ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം പ്രഹരശേഷി സെബെക്സ് 2 ഉണ്ടെന്നർത്ഥം. ഭാരമൊട്ടും കൂട്ടാതെ തന്നെ ബോംബുകൾ, പീരങ്കി ഉണ്ടകൾ, മിസൈൽ വാർഹെഡുകൾ എന്നിവയുടെ മാരകശേഷി ഇത് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടക വസ്തു സൈന്യത്തിന് നൽകുന്ന തന്ത്രപരമായ മേൽക്കൈ ചെറുതല്ല. ശത്രുവിൻ്റെ കോട്ടകൾ, ബങ്കറുകൾ, കവചിത വാഹനങ്ങൾ എന്നിവ തകർക്കാൻ ഇനി കുറഞ്ഞ അളവിൽ ഈ വിധത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ മാത്രം മതിയാകും. ഇതൊരു ഒറ്റപ്പെട്ട നേട്ടമല്ല. ഇന്ത്യൻ നാവികസേന സിമെക്സ് 4 പോലുള്ള സുരക്ഷിതമായ സ്ഫോടക വസ്തുക്കൾക്കും മതിയായ സാക്ഷ്യം നൽകിയിട്ടുണ്ട്. ഇത് ആയുധ സംഭരണത്തിലും കൈകാര്യം ചെയ്യുന്നതിലും ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതയെ കുറയ്ക്കുന്നു. പ്രത്യേകിച്ച് അന്തർവാഹിനികളിലെ ടോർപിഡോ വാർഹെഡുകളിൽ ഇതിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. തൽഫലമായി സെബെക്സ് 2 വരവ് ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങളിൽ നിർണായകമായ ഒരു സ്വാധീനമായിരിക്കും ചെലുത്തുന്നത്. ചൈനയും പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള മിസൈലുകളിലും ബോംബുകളിലും സെബെക്സ് 2 ഉപയോഗിച്ച് ശക്തി വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് വ്യക്തമായ, അതായത് തൊട്ടാൽ പൊള്ളുന്ന ഒരു പ്രതിരോധം നൽകും. ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ തങ്ങളുടെ ആയുധങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സെബെക്സ് 2 പോലുള്ള ശക്തമായ ഒരു ഉൽപ്പന്നം ഇന്ത്യക്ക് വലിയ കയറ്റുമതി സാധ്യത തുറന്നു കൊടുക്കുന്നു. ഇത് രാജ്യത്തിന് അധിക സാമ്പത്തിക നേട്ടവും അന്താരാഷ്ട്ര തലത്തിൽ പ്രതിരോധ സാമ്പത്തിക വിദ്യ ദാതാവ് എന്ന പദവിയും നൽകും. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ രാജ്യത്തിന് വേണ്ട ഏറ്റവും മികച്ച ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള ഈ കഴിവ് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം പര്യാപ്തതയെ ഉറപ്പാക്കുന്നു. സെബെക്സ് 2 കേവലം ഒരു സ്ഫോടക വസ്തുവല്ല, അത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും പ്രതിഭയുടെ ഒരു തെളിവാണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവേതര ബോംബുകളിൽ ഒന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ഗവേഷണ രംഗത്ത് ഇന്ത്യക്ക് ഒരു ഗെയിം ചേഞ്ചറാണ് ഈ ആയുധം. ശക്തിയുടെ കാര്യത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സെബെക്സ് 2 വികസനം ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഒരു നാഴികക്കല്ലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ഗവേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. സെബെക്സ് 2 2.3 മടങ്ങ് വരെ ശേഷിയുള്ള അടുത്ത പതിപ്പുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ലാബുകളിൽ പുരോഗമിക്കുകയാണ്. ശാസ്ത്രജ്ഞരുടെ മനക്കരുത്തും സാങ്കേതികവിദ്യയുടെ മികവും രാജ്യസ്നേഹത്തിൻ്റെ ഇച്ഛാശക്തിയും ഒന്നിക്കുമ്പോൾ ഭാരതം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു. സെബെക്സ് 2 ഇന്ത്യൻ ധീരതയുടെയും കഴിവുകളുടെയും പ്രതിരോധ ശേഷിയുടെയും ഒരു പുതിയ പ്രഖ്യാപനമാണ്. ഈ ശക്തി ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം. ഭാരതത്തിൻ്റെ പ്രതിരോധത്തിന് കരുത്തും ആകാശത്തിന് കീഴെ സുരക്ഷയും. ജയ് ഹിന്ദ്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.